പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരവരായിരം നന്ദി. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ആദ്യത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലിടുക ചെയ്തത്. അതായത് ഞാനൊരു യാക്കോബായ സഭയിലെ ആളാണ്. അപ്പോൾ എൻ്റെ പേര് മനോജ്. ഞാൻ അഖണ്ഡജപമാല പ്രാർത്ഥന ഞാൻ ഇവിടെ അച്ഛൻ വന്ന സമയത്ത് ഞാൻ അറിഞ്ഞായിരുന്നു കുവൈറ്റിൽ ഇങ്ങനെ അഖണ്ഡജപമാല പ്രാർത്ഥന ഉണ്ട്, പങ്കെടുക്കണമെന്ന്. പക്ഷെ ഞാൻ പലപ്പോഴും എനിക്ക് യാക്കോബായ സഭ ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയത് ലാസ്റ്റ് ഒക്ടോബറിൽ കിട്ടിയപ്പോൾ ആണ് എനിക്ക് കിട്ടിയത്, നമ്പർ കിട്ടിയത്. അപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അപ്പോൾ എനിക്ക് അതിന് പറയുന്ന കാര്യം, എനിക്ക് വൈഫിന് OET എഴുതായിരുന്നു. OET 2-3 പ്രാവശ്യം എഴുതിയിട്ട് 2 മോഡിൽ നാട്ടിൽ വെച്ച് കിട്ടി. പിന്നെ എഴുതിയിട്ട് എന്തായാലും കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയ സമയത്ത് ജോലിയും പോയായിരുന്നു. മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ജോലിയില്ല, നീ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഉപജീവന മാർഗമില്ല. അപ്പോൾ ഈ OET ഒന്ന് പാസ്സാക്കി തരുവാണെങ്കിൽ ലാസ്റ്റ് ചാൻസ് ഞാൻ എഴുതിക്കോ ഇല്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് ആ സമയത്താണ് ഞാൻ അഖണ്ഡജപമാല അറിഞ്ഞത്. ഞാൻ ഫെബ്രുവരി മാസം തൊട്ട് ഞാൻ രണ്ടാമത്തെ അഖണ്ഡജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവേ ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഞാൻ അവളെ കൊണ്ട് എഴുതിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ആ പരീക്ഷയിൽ B സ്കോർ കിട്ടി, OET പാസ്സായി. എന്നിട്ട് ഞാൻ ജോലിയെ പറ്റി പ്രാർത്ഥിച്ചില്ല. അത് ഞാൻ ഇങ്ങനെ അഖണ്ഡജപമാല കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 10ാമത്തെ അഖണ്ഡജപമാല പ്രാർത്ഥനയാണ്. ഈ 10ാമത്തെ പ്രാർത്ഥനയിൽ കഴിഞ്ഞ ആഴ്ച സാൽബിയെ വെച്ച് നടന്ന പ്രാർത്ഥനയിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ അഖണ്ഡജപമാല പ്രാർത്ഥനയിൽ പോകണമെങ്കിൽ ഞാൻ വൈഫിന്റെ സാലറി കിട്ടിയത് പൈസ കൊണ്ട് വേണം പോകാൻ. ഒരു ഗേഡിങ്ങിന് കിട്ടിയെങ്കിൽ വല്ല വണ്ടിക്കാശ് കൊടുക്കണോ മാതാവേ, നീ എനിക്കൊരു ജോലി കിട്ടാണ്ട് ഞാൻ അഖണ്ഡജപമാലയ്ക്ക് വരുത്തില്ല. അങ്ങനെയാണ് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ ലാസ്റ്റ് നിൽക്കാറില്ല. അന്ന് ബാബുബ്രദർ സൈഡിൽ നിന്ന് അന്ന് എനിക്ക് ഏറ്റവും മാതാവിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റി. അന്ന് പ്രാർത്ഥിച്ചു പോയി. ശനിയാഴ്ച ആയപ്പോഴത്തേക്കും ഞാനൊരു കമ്പനിയിൽ ഇന്റർവ്യൂ പോയിട്ടാണ്. ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ 2019 തൊട്ട് ഉടമ്പടിയുള്ള ആളാണ്. അപ്പോൾ കൊറോണ വന്ന സമയത്ത് മുടങ്ങി, പ്രാർത്ഥന മുടങ്ങിയില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യം മുടങ്ങി. പിന്നെ 2023 ഞാൻ പോയി ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുത്ത പ്രാർത്ഥന അന്ന് ഞാൻ എൻ്റെ കാര്യത്തെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഈ ഒരു പൈസ ഇല്ലാണ്ട് എനിക്ക് ഇനി ഒരു കാര്യം, എൻ്റെ 2 മക്കളും സ്കൂളിൽ പഠിക്കാണ്ട് എനിക്ക് ഒരാളുടെ സാധ്യതകൾ മാത്രം ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ശനിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് വന്നു എൻ്റെ മൊബൈലിൽ. അപ്പോൾ ഈ ഇന്റർവ്യൂ പറഞ്ഞ ഭയങ്കര ഒരു അതിശയമാണ്. ഞാൻ പല സ്ഥലത്തും പോയിട്ട് എല്ലാ ഇന്റർവ്യൂ പാസ്സാവുന്നുണ്ട്. അവർ ഒന്നുകിൽ സാലറി കൂടുതൽ ചോദിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി അക്കോമഡേഷൻ നിൽക്കണം. ഇതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇതപ്പോൾ ഈ ഇന്റർവ്യൂ പോയത് ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവുമായിട്ട് പോയത്. അത് ഞാൻ പോയത് നമ്മുടെ അൽഷയുടെ ഏറ്റവും വലിയ ഹോട്ടലിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് പോക്കലിട്ടപ്പോൾ അവിടെ ഉപ്പിടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ കയറി ഇരുന്നിട്ടാണ് വരുന്നത്. ഇത് എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് അബാസിൽ നിന്ന് ടാക്സിക്ക് പോകുമ്പോൾ അവർ ഓരോ പ്രാവശ്യം വിളിച്ചുകൊണ്ടിരിക്കാം. ഞാൻ ഇവിടുന്ന് പ്രതിഷേധം പ്രാർത്ഥിച്ച് ഇനി കൂടെ പോണേ, എവിടെ എത്തി എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ അവിടെ കയറണം ഹോട്ടലിൽ. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി അവർ 2 പേരും, അത് അൽഷയുടെ 2 ഓണർമാർ, അൽഷയുടെ ഗ്രൂപ്പിന് 2 ഓണർമാർ നോക്കിക്കണേ. അവരെന്നോട് അകത്ത് വന്നിട്ട് പറഞ്ഞു, എന്തൊരു വിശേഷം. സാധാരണ ഒരു സ്ഥലത്തേക്ക് കണ്ടിട്ടുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കിയാണ്, ചായ, ജ്യൂസ്, പാല് എല്ലാം ഒരുക്കി വെച്ചേക്കുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നീ കുടിച്ചോ. ഇങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടൊരു അതായത് നീ എന്താണ് ചെയ്യുന്നത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ CV നോക്കിയപ്പോൾ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സ്ഥലവും അറിയുന്നതാണ്. അപ്പോൾ നിന്നോട് ഇനി ഒന്നും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ സാറേ ഇനി എന്നാണ് എന്നെ വിളിക്കാൻ 15 ദിവസത്തിൽ വിളിക്കാന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് വിളിച്ചില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ചിലപ്പോൾ എന്നെക്കാളും ആരെങ്കിലും വന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞത്. ഈ 7ാമത്തെ അഖണ്ഡജപമാല സാൽമയെ കണ്ണീര് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ശനിയാഴ്ച മെസ്സേജ് വന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. രാത്രി 7:30 ആയപ്പോഴാണ് മെസ്സേജ് കണ്ടത്. അപ്പോൾ അതിനകത്ത് എഴുതിയ കോൾ യു ബാക്ക് എഴുതി വെച്ചു. ഞാൻ അപ്പം തന്നെ ഒരു മാഡത്തെ വിളിച്ചു. മാഡം പറഞ്ഞു, നിനക്ക് നാളെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ എന്താ മാഡം വെച്ചു, നിന്റെ സെക്കൻഡ് ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. ഞാൻ സെക്കൻഡ് ഇന്റർവ്യൂ ചെന്നപ്പോഴത്തേക്കും ഞാൻ അന്നും ഉപ്പ് കൊണ്ടുപോയി. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഉപ്പിടാൻ പറ്റിയില്ല. 2ാമത്തെ പ്രാവശ്യം ഞാൻ പതുക്കെ ആദ്യം ഇനി ഇപ്പോൾ മുകളിൽ പോയി ഉപ്പിടാൻ പറ്റുന്ന ലിഫ്റ്റ് കിട്ടും. ആ ലിഫ്റ്റ് എന്നാൽ പല ലിഫ്റ്റാണ്. ഓരോ ലിഫ്റ്റ് ഓരോ ഫ്ലോറിലേക്ക് പോകണേ. 40ാമത്തെ ഫ്ലോറിലാണ് പോകേണ്ടത്. ഞാൻ ആ ഫ്ലോറിൽ ചെന്ന് ആദ്യം ലിഫ്റ്റിൽ ഉപ്പിട്ട്. അപ്പോൾ ഞാൻ അതിന് മുകളിൽ ചെന്ന് ഉപ്പിടാൻ പറ്റുമെന്ന് പറ്റില്ല. സാധാരണ ഇവർ എന്നെ നോക്കി വയ്യാറ്. ഞാൻ ഈ പ്രാവശ്യം അവർ പറഞ്ഞു, നീ അവിടെ പോയിരുന്നത്. ഞാൻ നോക്കി മൊത്തം ക്യാമറയാ, ഒരു രക്ഷയിൽ ഉപ്പിടാൻ. ഞാൻ അവർക്ക് പതുക്കെ മൊബൈൽ താഴെ ഇട്ടിട്ട് ഉപ്പ് പതുക്കെ പോക്കറ്റിൽ നിന്നിട്ട് ഉപ്പം കിട്ടും. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓണർ വന്നു, ഒരാളെ വന്നോളൂ. ഹലോ മനോജ്, എന്തൊരു വിശേഷം, അറബിയിൽ ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു. അപ്പം സാറേ ഒന്നുമില്ല, നിനക്ക് എന്നാണ് ജോയിൻ ചെയ്യുന്നത്? ഞാൻ സാർ ഇവിടെയായിട്ട് ജോയിൻ പറയാം. നീ എത്ര സാലറി? അപ്പം ഞാൻ അന്നൊരു സാലറി പറഞ്ഞു. അപ്പം ചോദിച്ചു, നിനക്ക് സാലറി മതിയാവോ? സാധാരണ എല്ലായിടത്തും അങ്ങനെ ചോദിക്കാം, സാലറി മതിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വൈഫിന് ജോലിയുണ്ട്, എനിക്ക് അത്യാവശ്യം എന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, നീ ലാസ്റ്റ് എത്ര? ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു.
ഓക്കെ അപ്പം പറഞ്ഞു നാളെ വന്ന് ഓഫർ ലെറ്റർ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പോയി ഓഫർ ലെറ്റർ വാങ്ങിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവർ ഞാൻ പറഞ്ഞേക്കാൾ 100 KD സാലറി എക്സ്ട്രാ എഴുതി വെച്ചിരുന്നു. ഇത്രയും നല്ല ഉപകാരം ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും. അതേപോലെ എനിക്ക് പറയാനുള്ളത്, കണ്ടിന്യൂസ്ലി നമ്മൾ ഈ ജപമാല പ്രാർത്ഥിച്ച അമ്മ വിടൂല. എന്റെ അനുഭവത്തിലാണ്. ഒരിക്കലും മുടങ്ങാതെ ഞാൻ ഫുൾ ടൈം ആണ് വന്നിട്ടുള്ളത്. ഞാൻ വന്നിട്ട് 10ാമത്തെ പ്രാവശ്യമാണ്, ഇതുവരെ മുടങ്ങിയിട്ടില്ല. പക്ഷെ ഇനി എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയാം, എനിക്ക് ഇനി വെള്ളിയാഴ്ചകളിൽ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ അപ്പം എന്നെ പ്രാർത്ഥിക്കണം, എനിക്ക് ജപമാല കൂടണം, അതേ രീതി എനിക്ക് ഓഫ് വേണം. ഇത്രയും അനുഗ്രഹം തന്നെ അമ്മയ്ക്ക് തിരുക്കുമാർ 1000 നന്ദി.